OTT റിലീസിന് പിന്നാലെ എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ് പ്രേമലു ഒരു ഓവർ റേറ്റഡ് മൂവിയാണ് എന്നുള്ളൊരു കാര്യം. ഇതേ ഒരു പ്രശ്നം രോമാഞ്ചം എന്ന സിനിമയ്ക്കും നേരിട്ടിരുന്നു. പക്ഷേ രണ്ട് ചിത്രങ്ങളും തിയേറ്ററിൽ ചിരി പടർത്തി വലിയ വിജയങ്ങളായ സിനിമകളാണ്. സിനിമകൾ തിയേറ്ററിന് വേണ്ടി ഡിസൈൻ ചെയ്യുന്നതാണ്. പല സിനിമകളും ആ ഒരു ആംബിയൻസിലാണ് വർക്കാവുന്നത്. പക്ഷേ ഇവിടെ പ്രേമലുവിൻ്റെ കാര്യത്തിൽ അത് OTTയിൽ കണ്ടപ്പോൾ ഒരു ഓവർ റേറ്റഡ് മൂവിയാണെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ആസ്വദിച്ച് കാണാൻ കഴിയാവുന്ന ഒരു റോങ് കോം എൻ്റർടൈനർ തന്നെയാണ് പ്രേമലു. ഗിരീഷ് ഏടിയുടെ ഹാർട്രിക് ഹിറ്റ് കൂടിയാണ് പ്രേമലു. ഒരേ ജോണറിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ 3 സിനിമകളും എന്ന് പ്രത്യേകം കാണേണ്ടതാണ്. ഈ 3 സിനിമകളും റോം കോം എൻ്റർടൈനറായി ഇറക്കി വിജയം കൈവരിക്കാൻ സാധിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ കഴിവ് കൂടിയാണ്. ഇതിൽ ഏറ്റവും വലിയ വിജയം നേടിയത് പ്രേമലുവാണ്. 135 കോടിയോളം ആണ് ചിത്രം വേൾഡ് വൈഡായി കളക്ട് ചെയ്തത്. തിയേറ്ററിലെ ചിത്രത്തിൻ്റെ വിജയത്തിന് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ. ചിത്രത്തിൻ്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം അതിലെ നർമ്മം തന്നെയാണ്. കഥയിൽ വലിയ പുതുമകളൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും ചെറു നർമ്മങ്ങളിലൂടെയും രസകരമായ രംഗങ്ങളിലൂടെയും ചിത്രത്തെ എൻഗേജിംഗ് ആക്കി നിലനിർത്തുന്നതിൽ ഗിരീഷ് ഏടി എന്ന സംവിധായകൻ വിജയിക്കുന്നുണ്ട്. തൻ്റെ മുമ്പത്തെ 2 ചിത്രങ്ങളിലും അത് അദ്ദേഹം കൃത്യമായി ഉപയോഗിച്ച് വിജയിച്ചതാണ്. ഇവിടെയും അത് ഫലം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു വിധത്തിലുള്ള ലാഗുമില്ലാതെ ചിത്രം ആസ്വദിക്കാൻ പറ്റുന്നത്. ഈ കോമഡി രംഗങ്ങൾ മികച്ചാക്കുന്നത് അതിൽ അഭിനയിച്ച നടന്മാരുടെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. നസ്രീൻ, മമിത, സംഗീത്, ശ്യാമോഹൻ തുടങ്ങി എല്ലാവരും ഇക്കാര്യത്തിൽ മികച്ചു നിന്നു. ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയും മികച്ചതായിരുന്നു. ഒരു സാധാരണ റോങ് കോമിൽ നിന്നും ചിത്രത്തെ വ്യത്യസ്തമാക്കുന്ന മറ്റൊരു ഘടകം ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളായ സച്ചിൻ്റെയും റീനുവിൻ്റെയും ക്യാരക്ടറൈസേഷനാണ്. രണ്ടുപേരും 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണ്. സച്ചിനാകട്ടെ നാട്ടിലെ കോളേജിൽ സീറ്റ് കിട്ടാതെ തമിഴ്നാട്ടിലെ ഒരു കോളേജിൽ ചേർന്ന് പഠിച്ച് അവിടെ ഒരു പ്രേമം പൊട്ടി പിന്നീട് UK വിസ ശരിയാവാതെ നാട്ടിലും വീട്ടിലും നിൽക്കാനാവാതെ തൽക്കാലത്തേക്ക് ഒരു മാറ്റത്തിനായി തൻ്റെ കൂട്ടുകാരനോടൊപ്പം ഹൈദരാബാദിലേക്ക് വരുന്നയാളാണ്. ഒരു റെസ്യൂം പോലും നേരാവണ്ണം തയ്യാറാക്കാൻ അറിയാത്ത, AC കമ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നറിയാത്ത ഈ കഥാപാത്രത്തെ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാം തികഞ്ഞ ഒരു സോക്കോൾഡ് നായക കഥാപാത്രമല്ല സച്ചിൻ. മറിച്ച് റീനു ആകട്ടെ പഠനം കഴിഞ്ഞ് നല്ലൊരു ജോലിയിൽ പ്രവേശിച്ച് തന്നെക്കാൾ മെച്യൂറായിട്ടുള്ള ഒരു പാർട്ട്ണർ വേണം എന്ന നിബന്ധനയ്ക്കുള്ള ഒരാളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ക്യാരക്ടർ തമ്മിലുള്ള ഈ വ്യത്യാസം സിനിമയെ ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റുന്നുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ രവി പത്മനാഭൻ, സൂപ്പർ ശരണ്യയിലെ അജിത് മേനോൻ തുടങ്ങിയ കഥാപാത്രങ്ങളെ നമുക്കുന്നിൽ അവതരിപ്പിച്ച ഗിരീഷിൻ്റെ ആ ഒരു മാതൃകയിലുള്ള മറ്റൊരു കഥാപാത്രമായിരുന്നു ആദി. ആദിയുടെ ക്യാരക്ടറൈസേഷനും കോൺഫ്ലിക്റ്റുമെല്ലാം ചിത്രത്തെ മികച്ച ഹ്യൂമർ സമ്മാനിക്കുന്നുണ്ട്. ശ്യാമോഹൻ ആ കഥാപാത്രത്തെ ഗംഭീരമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന് ചിത്രത്തിലെ പാട്ടുകളാണ്. വിഷ്ണു വിജയുടെ പാട്ടും BGM ഒക്കെ ചിത്രത്തെ എൻഗേജിംഗ് ആക്കി നിലനിർത്തുന്നുണ്ട്. മാത്യു അവതരിപ്പിച്ച തോമസ് എന്ന കഥാപാത്രമാണ് വലിയ രീതിയിൽ വർക്കാവതായിട്ട് ഫീൽ ചെയ്തത്. ഒരു മാസ് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ആസ്വദിക്കുമ്പോൾ കിട്ടുന്ന ഒരു എൻജോയ്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും OTTയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റോങ് കോം എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് പ്രേമലു. അപ്പോൾ നിങ്ങൾ പ്രേമലു കണ്ടവരാണെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.